ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ദിവസത്തെങ്കിൽ ഇപ്രകാരം വചനത്തിലൂടെ നമ്മുടെ ദിവസം ആരംഭിക്കുവാൻ തമ്പുരാൻ തന്ന വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. മറ്റ് സുവിശേഷങ്ങളിൽ ഒന്നും പരാമർശിക്കപ്പെടാത്ത ഒരു ആളിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ എടുത്ത് പറയുകയാണ്. നാം പ്രത്യേകം വായിച്ചു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും. വലിയ ഒരു പുരുഷാരത്തെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയപ്പോൾ ഒരാളിനെ അവിടെ എടുത്ത് പറയുകയാണ്. ഒറ്റ വാചകത്തിലേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ്റെ പേര് പോലും പറയുന്നില്ല. അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ തൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനായി 10,000-ങ്ങളാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ രാവേറെ ഒക്കെ ആ മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ കരുതലോടെ ആ മീറ്റിങ്ങിലേക്ക് എത്തിയ ആ ബാലകനെ നാം ആരും മറക്കരുത്. യേശുവിനെ കാണുവാനും അവിടുത്തെ വാക്കുകൾ കേൾക്കുവാനും വലിയ ആഗ്രഹത്തോടെ അവിടേക്ക് കടന്നു വന്ന ആ ഒരു മകൻ, എത്രയോ രാവിലെ ആയിരിക്കും അവൻ ഇറങ്ങിത്തിരിച്ചത്. ഒരു വലിയ കരുതൽ കൂടി അവൻ കരുതിയിരിക്കുകയാണ്. കാരണം അത് പ്രത്യേകം നമുക്കറിയാം. അവിടെ കൂടിയിരിക്കുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഒരു ബാലൻ മാത്രമേ ഒരു മറുപടി പറയുന്നുള്ളൂ. അപ്പോൾ ആ മാതാപിതാക്കളുടെ കരുതൽ എത്രമാത്രമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഒരു അമ്മ ഒരു സഞ്ചിയിൽ 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. വചനം കേൾക്കുവാനായിട്ട് അവൻ പോകുമ്പോൾ അവന് ക്ഷീണം സംഭവിക്കരുത്. എത്ര ആഴമായിട്ടാണ് ആ മകനെ സ്നേഹിക്കുന്നതും ദൈവഭയത്തിൽ ആ അപ്പനും അമ്മയും വളർത്തുന്നത്. അവിടെ വന്ന് ആരും ഭക്ഷണം കൊണ്ടുവന്നതായിട്ട് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ മാത്രമാണ് ഇവിടെ ഒരു ബാലനുണ്ട്, അവനിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കി ആരും അത് എഴുതിയിട്ടുമില്ല. ഒരു വലിയ അത്ഭുതത്തിന് തുടക്കം കുറിക്കുവാൻ ഒരു ചെറിയ ബാലന്റെ കരുതൽ ഉപകാരമാവുകയാണ്. ഒരുപക്ഷെ തിരികെ ആ മകൻ വീട്ടിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടായിരിക്കും. തൻ്റെ മകൻ ഇന്ന് 5000-ത്തിലധികം ആൾക്കാരെ ഭക്ഷണം ഊട്ടിയതിനൊരു കാരണമായി തീർന്നു എന്ന് കേൾക്കുമ്പോൾ എത്രയധികം സന്തോഷമുണ്ടായിരിക്കും. ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു മകനായിരിക്കാം അത്. കാരണം യവത്തപ്പം എന്നൊക്കെ പറയുന്നത്
വലിയ വലിയ അന്നത്തെ ആൾക്കാരൊക്കെ ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വിധിക്കപ്പെട്ടത് ബാർലിയാണ്. കുതിരയ്ക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണമാണ് ആക്ച്വലി യവം അഥവാ ബാർലി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പയ്യനായിരിക്കാം. അതിനേക്കാളൊക്കെ ഉപരി എത്രയോ ആത്മീയ നിഷ്ഠയും തീഷ്ണതയുമുള്ള മാതാപിതാക്കളാണ്. അവർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ദൈവപുരുഷനായ യേശുവിൽ നിന്ന് ആ വചനങ്ങൾ കേൾക്കുവാനും അത് പഠിക്കുവാനും അവനെ പറഞ്ഞയക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് കുഞ്ഞുങ്ങളെ നാം എത്രത്തോളം ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലും വേദപഠന ക്ലാസ്സുകളിലുമൊക്കെ നാം അയക്കാറുണ്ട് എന്ന് ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞായറാഴ്ച പോലും നാം മറ്റുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ അനവധി നിരത്തും. പക്ഷേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നാം ഒക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ച എന്നൊരു ദിവസം പള്ളിയിൽ പോകുവാൻ വേണ്ടിയും സൺഡേ സ്കൂളിന് പോകുവാൻ വേണ്ടിയും മാത്രമുള്ള ദിവസമാണ്. എന്തിന് ശനിയാഴ്ചകളിൽ വൈകുന്നേരം നമ്മുടെ സ്കൂളിലെ ബുക്കുകൾ പോലും തുറക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ശനിയാഴ്ച വൈകുന്നേരം പിറ്റേന്ന് രാവിലത്തേക്കുള്ള വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പഠിക്കുന്നതിനുള്ള ദിവസങ്ങളായിരുന്നു. ആത്മീയ വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒത്തിരി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ചിന്തകൾ ഈ ബാലനും ആ കുടുംബവും നമുക്ക് നൽകുകയാണ്. കുഞ്ഞുങ്ങളെ നാം എത്രത്തോളം ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ദാഹത്തോടെ വളർത്തുന്നുവെന്ന് നാം മാതാപിതാക്കൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം അത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നാം പഠിപ്പിക്കണം. തിരുവചനം പഠിക്കുവാനുള്ള ആ ഒരു വലിയ ദാഹം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കണം. ഇവിടെ ആ കയ്യിലിരിക്കുന്ന പൊതി ഒട്ടും മറച്ചു വയ്ക്കാതെ ആ മകൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതൊരു വലിയ സന്തോഷമല്ലേ? കരുതലിനപ്പുറം കൊടുക്കുവാനുള്ള ഒരു മനസ്സുകൂടി ആ ബാലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവനൊരു പക്ഷേ അത് മറച്ചു വയ്ക്കാമായിരുന്നു. കാരണം വിശപ്പല്ലേ, കുഞ്ഞുങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, മറച്ചു വയ്ക്കാമായിരുന്നു. അല്ലെങ്കിൽ അവന് പറയാമായിരുന്നു, എനിക്ക് വിശന്നിരിക്കുകയാണ്, ഈ ഭക്ഷണം എനിക്ക് കഴിക്കുവാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. സമ്പൂർണമായി കർത്താവായ യേശു തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥവും സമ്പൂർണവുമായ സമർപ്പണം ഉണ്ടാകുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതെ, അന്ന് ആ മകൻ തിരികെ ഭവനത്തിലെത്തിയപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കും. എൻ്റെ യേശുപ്പൻ 2 മീനും കൊണ്ട് യേശു 5000 പേരെ തീറ്റിപ്പൂറ്റിയ കഥ. എത്ര സന്തോഷം ആ കുഞ്ഞിന് നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കും സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അപ്പത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിലൊന്നും മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ നാം സ്നേഹം പോലും നൽകിയാൽ ആ സ്നേഹമെടുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കാമോ? ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നാം സന്തോഷപൂർവ്വം കൊടുക്കാം. അതവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഇന്നത്തെ ദിവസം ദൈവം നമ്മെ ധാരാളമായി ഈ ചിന്ത നമ്മിൽ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കൊടുക്കുവാനും സമർപ്പിക്കുവാനും അത് സന്തോഷത്തോടെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുവാനുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് പഠിപ്പിക്കാം. ആത്മീയ ദാഹം നമുക്ക് അവരിൽ വളർത്താം. അപ്രകാരം ഒരു ദിവസമായി തീരട്ടെ എന്ന് ഇന്നത്തെ ദിവസം എന്ന് പ്രത്യാശിക്കുകയാണ്. പുതിയ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയാൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.